അക്ഷരത്തിൻ്റെ വാല് കണ്ടോ? ആ വരയുടെ അപ്പുറം ഉള്ളത് ആ ചിഹ്നമാണ് നീട്ടി എഴുതിയിരിക്കുന്നത്. കണ്ടോ? ഇക്യ, കായും യായുടെ പകുതിയും കൂടെ വന്നപ്പോൾ ഇക്യ. നമുക്ക് മലയാളം സ്വരങ്ങൾ, ചിഹ്നങ്ങൾ, സ്വരത്തിൻ്റെ ചിഹ്നങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളോട് ചേർത്ത് എഴുതി നോക്കാം. ആദ്യം നോക്ക്. ആയിക്ക് ചിഹ്നം അല്ലെങ്കിൽ സിമ്പലൊന്നും ഇല്ല. അപ്പം അത് സാധാ അക്ഷരം ക എന്ന് എഴുതുമ്പോൾ ക എന്ന് വായിക്കും. ആയുടെ ചിഹ്നം കണ്ടോ? കാ. ഈ എഴുതിയപ്പം വള്ളി കീ. ഈ കണ്ടോ? ചുരുട്ടുള്ള വള്ളി കീ. കായുടെ കൂടെ അതിട്ടപ്പം ആദ്യത്തെ അക്ഷരം കണ്ടോ? കാ, കാ, കീ, കീ. അടുത്ത ഊ. ഊവിൻ്റെ ചിഹ്നം കണ്ടോ എഴുതുന്നത്? അത് കായുടെ കൂടെ ആ ചിഹ്നം ഇടുമ്പം കു. അടുത്ത നോക്ക്. ഊ. അപ്പോൾ ഊ എന്ന ചിഹ്നത്തിന് കണ്ടോ? ഊ. ആദ്യം ചുനുപ്പ് മാത്രമായിട്ട് പിന്നെ ഒരു ചുറ്റിക്കെട്ടി ചിനുപ്പിട്ട് കൂ. കായുടെ കൂടെ ആ ചിഹ്നം ഇട്ടപ്പം കൂ. അടുത്ത നോക്ക്. ഈറ്. ഈറ്. ഋഷി നമ്മൾ എഴുതില്ലേ? ഋഷി. അതിൻ്റെ ചിഹ്നമാണ് താഴേക്ക് വന്നൊരു ചുനുപ്പ്. കൃ. ആ ചിഹ്നം ഇടുമ്പോൾ കായുടെ കൂടെ അതിടുമ്പം കൃ. കൃ. കൃപ. അടുത്ത നോക്ക്. എ. ഇതാണ് എല്ലാവർക്കും തെറ്റുന്നത്. എയും ഓയും. അപ്പോൾ എയുടെ ചിഹ്നം കണ്ട ഒറ്റപ്പുള്ളി. അത് കെ. കായുടെ കൂടെ ഇട്ടപ്പം എ. കെ. കണ്ട? എ കെ. അടുത്തത് ഏ. എന്ന് എഴുതാൻ നമ്മളിലെ ചെവി പോലെ ഇടും. കേ. ഏ കേ. ആ ചിഹ്നം ഇട്ടപ്പം കേ എന്ന് വായിച്ചു. അപ്പോൾ അടുത്ത് നോക്ക്. ഐ നമ്മൾ മേലെ ഒറ്റപ്പുള്ളി എന്ന് പറഞ്ഞ കണക്ക് രണ്ടെണ്ണം ഇടണം. ഇരട്ടപ്പുള്ളി എന്ന് പറയും. അത് കായുടെ കൂടെ ഇടുമ്പോൾ കൈ. കണ്ടോ? കൈ. അടുത്തത് നമുക്കപ്പോൾ ഏതായിരിക്കും? ഓ. ഓ ഓ ഓ എന്നല്ല, ഓ എന്നെഴുതാൻ ഒറ്റപ്പുള്ളിയും ഒരു ദീർഘചിഹ്നവും കണ്ടോ? ഓ ഓ ഓ. കായുടെ കൂടെ ഇട്ടപ്പോൾ കോ. ക കോ. ഓ കോ. അടുത്തത് ഓ. അപ്പോൾ കോ എന്നെഴുതണം. അപ്പോൾ അതിൻ്റെ ചിഹ്നം കണ്ടോ? കേയുടെ ചിഹ്നത്തിൻ്റെ കൂടെ ദീർഘം കൂടെ കൊടുത്തപ്പോൾ കോ. ഓ. കണ്ടോ? ആ ചെവിപ്പുള്ളിയും ദീർഘചിഹ്നവും കൂടെ കൊടുക്കുമ്പോൾ ഓ കോ. അടുത്ത് നോക്ക്. ഔ. കൗ. ഔ. കായിട്ടിട്ട് ഔവിൻ്റെ ചിഹ്നം കൗ. കണ്ടോ? ഔ ഔ. അടുത്തത് പൂജ്യം പോലെ ചേർക്കും. കം. ഇതിനൊക്കെ പ്രത്യേക പേരുകളുണ്ട്. അത് പഠിക്കുന്ന കാര്യമില്ല. എഴുതാനൊക്കെ പഠിക്കുന്നവർ ഇത് മാത്രം പഠിച്ചാൽ മതി. ക. ഇങ്ങനെയാണ് ശബ്ദങ്ങൾ, സ്വരങ്ങൾ വ്യഞ്ജനങ്ങളോട് ചേർത്ത് എഴുതുന്നത്. അപ്പം കാ കാ, കീ കീ, കൂ കൂ, കിർ, കേ കേ, കൈ, കോ കോ, കൗ കം, ക. അത്രയും നമ്മൾ എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇക്യ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇക്യ കണ്ടോ? അടിയിലിട്ട ചിഹ്നം കണ്ടോ? ഇക്യ. അവിടെ ഈ യാ എന്ന അക്ഷരത്തിൻ്റെ വാല് കണ്ടോ? ആ വരയുടെ അപ്പുറം ഉള്ളത് ആ ചിഹ്നമാണ് നീട്ടി എഴുതിയിരിക്കുന്നത്. കണ്ടോ? ഇക്യ. കായും യായുടെ പകുതിയും കൂടെ വന്നപ്പോൾ ഇക്യ. അടുത്ത നോക്ക്. ക്വ. മറ്റേത് ഇക്യ ആയിരുന്നു, ഇത് ക്വ. ഇതെന്തുവാ നോക്ക്. കായും വായുടെ പകുതിയും. വായുടെ പകുതി കണ്ടോ? 90 ഡിഗ്രി ആംഗിൾ ഇങ്ങനെ എഴുതുന്ന വ. ക്വ. കണ്ടോ? ഇക്യ ക്വ. അടുത്ത് നോക്ക്. ഇതെന്തുവാ? ക്ര. അതെങ്ങനെയാണ് വരുന്നത്? റ അല്ലെങ്കിൽ ര. അതിൻ്റെ പകുതി കണ്ടോ? ആ വരയുടെ ഇപ്പുറത്തെ ഇടതുവശത്തുള്ളത് അത്രയും സ്ഥലം മാത്രം കണ്ടോ? അത് ചേർത്ത് എഴുതുക ക്ര. അപ്പം ഇക്യ, ക്വ, ക്ര. ഇത് മൂന്ന് മനസ്സിലായല്ലോ. അതിനി തെറ്റി പോകത്തില്ലല്ലോ. പിന്നെ നമ്മൾ ഇറിൻ്റെ ചിഹ്നം ചേർക്കും. കൃ. കൃ ചേർക്കുന്നത് കാ എഴുതിയിട്ട് പഠിച്ചു. ഋൻ്റെ ചിഹ്നം ചേർക്കും. ഇത് നമ്മളിനി ക്ഷ. കായും ഷായും കൂടെ ചേർന്നത് ക്ഷ. അടുത്ത് നോക്ക്. ഇത്ര. തായുടെ ആ റായുടെ പകുതി ചേർത്തപ്പം ത്ര. അടുത്തത് ത്യ. തായും യായിൻ്റെ പകുതിയും കൂടെ ചേർത്തു ത്യ. അടുത്തത് നോക്ക്. തൃ. തായും ആ ത്രിൻ്റെ ചിഹ്നം, ഋൻ്റെ ചിഹ്നം. അടുത്തത് തായും വായിൻ്റെ പകുതിയും കൂടെ കൊടുത്തു ത്വ. തായും വായും കൂടെ ചേരുന്നത് ത്വ. കണ്ടോ? ചിഹ്നങ്ങൾ ചേർക്കുന്നത് ഇങ്ങനെയാണ്.
അടുത്തത് ഇട്ട. രണ്ട് ഡാ ചേരുന്നത് ഡ ട. ണ. രണ്ട് ണ ചേരുന്നത് ണ. അടുത്തത് രണ്ട് പ ചേരുന്നത് പ. രണ്ട് മാ ചേർത്ത് എഴുതുന്നത് മ. രണ്ട് ലാ ചേർന്ന് എഴുതുന്ന ഇല്ല ഇല്ല. ഷായും ലായും കൂടെ ചേർന്ന് എഴുതുന്ന സ്ല ഷ. ഇത് സ്ലായാണ്. ഷാ എഴുതുമ്പോൾ രണ്ട് ഷാ അതുപോലെ തന്നെ അടിയിൽ എഴുതും. അടുത്തത് mb. നേരത്തെ എഴുതിയത് ഇൻമ. നായും മായും കൂടെ ചേർന്നത് ഇത് mb. ങ്ക എഴുതുന്നത് ങ്ങായും ഗായും കൂടെ ചേർന്നതാണ് ങ്ക. ഇഞ്ച എന്ന് പറയുന്നത് ഞായും ചായും കൂടെ ചേർന്നത് ഇഞ്ച. ഞാ ച. അടുത്തത് രണ്ട് ഞാ ചേരുന്നത് ഇഞ്ഞ. ഇത് രണ്ട് റാ ചേരുമ്പോൾ ഇറ്റ എന്ന് വായിക്കും.